ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരുടെ അടുത്തുള്ളതാണ് പഴം. പഴുത്തുപോയ പഴമെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയിടുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും. റിസൾട്ട് കണ്ടിട്ട് മാത്രം ട്രൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ നല്ലോണം തൊലി കറുത്ത് പഴുത്തുപോയ ഒരു പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഴം നമുക്ക് ചെറിയൊരു പീസ് മാത്രം മതി. നമ്മൾ എവിടെയാണ് മുഖത്താണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഒരു ചെറിയൊരു പീസ് മാത്രം മതി. ഇനി കഴുത്ത്, കൈ എല്ലായിടെയും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പഴത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കുക. നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. പഴുത്ത പഴമായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മാഷായി കിട്ടും. അപ്പോൾ വീട്ടിൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാകും തൊലി കറുത്ത് പോയ പഴം. പിന്നെ ഇത് നിങ്ങൾക്ക് റോബസ്റ്റ പഴം എടുക്കുക. അതേപോലെ തന്നെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ കിട്ടുന്നൊരു ഫിലിപ്പീനി എന്ന് പറയുന്ന ഒരു ടൈപ്പ് പഴമാണ് കേട്ടോ. അപ്പോൾ ഇതിന് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായി മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേൻ സ്കിപ്പ് ചെയ്യാവോ എന്നല്ല ചിലർ ചോദിക്കാറുണ്ട്. തേൻ വേണം കേട്ടോ. അപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതേപോലെ തന്നെ ഇടുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാർക്കും എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതിലേക്ക് ഞാൻ കുറച്ച് പാൽ, 1 ടേബിൾ സ്പൂണോളം സാധാരണ പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നാലും മതി കേട്ടോ. അങ്ങനെ ആയാലും മതി. എന്നാലും നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇട്ട്. പക്ഷേ അങ്ങനെ അടിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ചിലത് ഭയങ്കരമായിട്ട് ലൂസായി പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തേക്ക് സ്റ്റിക്കായി നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. കൺസിസ്റ്റൻസി കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ചില പഴം പെട്ടെന്ന് വെള്ളം പോലെ ആയിപ്പോവും. അങ്ങനെ ആവരുത്. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം നമ്മൾ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു പാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ പഴത്തിൻ്റെ തൊലി ആയാലും ഈ പഴമായാലും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കും. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഇത് എന്താ ഒരു പലഹാരം ഉണ്ടാക്കുന്ന അങ്ങനെയെല്ലാം തെറ്റിദ്ധരിക്കപ്പെടും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഇപ്പം ഞാനീ കാണിച്ചു തരുന്നത് ഞാനിപ്പോൾ ഈ ലൈവായിട്ട് കാണിച്ചു തരാം എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മളപ്പാട് തേക്കുമ്പോഴത്തേക്ക് ഭയങ്കര വൈറ്റ് കളർ അങ്ങനെ ആവുമെന്നില്ലെങ്കിലും കളറ് വരും. എന്തായാലും നമ്മുടെ ആ ഒരു ഡൾനെസ് മാറിയിട്ട് മുഖത്ത് നല്ലൊരു കളർ കിട്ടും. അത് പെർമനൻ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് 1 മാസം കണ്ടിന്യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ടായിരിക്കും. കറുത്ത പാട്, കരുവാളിപ്പ് മാറി മുഖം സോഫ്റ്റ്, ബേബി സ്കിന്ന് പോലെ സോഫ്റ്റ് ആവും. ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അത്രയും നല്ലൊരു സോഫ്റ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു നിറം വരാനും സഹായിക്കും. ഈവണായിട്ടുള്ളൊരു സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ആവും. പഴമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ഡ്രൈ ആയി കിട്ടൂല. അതെല്ലാവർക്കും അറിയാമല്ലോ. പഴം അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വരില്ല. അപ്പോൾ ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങൾ ഇതിങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കുക. 25 മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ ഇത് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതിതേ ഇങ്ങനെ ഉണങ്ങും. ഒരു നനവ് ഉണ്ടാവും നമ്മുടെ കൈമേൽ. ഈ ഒരു സമയത്ത് ഒരു വലിഞ്ഞ് ഒടിയുന്ന പോലെ ഉണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് സാധാരണ വെള്ളത്തിൽ ഇതൊന്ന് കൈ കളഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് വെള്ളത്തിലൊന്ന് കൈ കളഞ്ഞാൽ മാത്രം മതി. ഇട്ടൊന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മുഖത്തിടാൻ ഫസ്റ്റ് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 2 കൈ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം മാറ്റം കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കയ്യിൽ നമ്മളെ സ്കിന്ന് അറിയാലോ, നമ്മുടെ മുഖത്തിൻ്റെ സ്കിന്നിനേക്കാളും കുറച്ച് ഹാർഡായിട്ടുള്ള സ്കിന്നാണ് കൈമേലുണ്ടാകുക. കൈമേൽ ഇത്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മുഖത്തിലുള്ള സ്കിന്നിന് എത്ര കിട്ടും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിലൊരു ഉടായിപ്പോ അല്ലെങ്കിൽ ഇതെന്താ നിങ്ങൾ മുഖത്തിടാത്തെന്നുള്ള സംശയമുള്ളവരാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യേണ്ട. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യാം. ഇതിലിപ്പോൾ നമ്മുടെ മുഖത്തിന് ദോഷമാണെന്നൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.